Hi guys, welcome to my YouTube channel. So ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫിക്സ്ഡ് ഓവർ ഹെഡ് വേരിയൻസ് എന്നാണ്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ മെറ്റീരിയൽ വേരിയൻസ് എന്താണെന്നുള്ളത് പഠിച്ചു. സോ ഏകദേശം സെയിം പോലെ തന്നെയാണ് ഫിക്സ്ഡ് ഓവർ ഹെഡ് വേരിയൻസ് എന്താണെന്നുള്ളത്. സോ ഫിക്സ്ഡ് ഓവർ ഹെഡ് വേരിയൻസിനും അതുപോലെ തന്നെ എന്താണ് വേരിയൻസ് വരാനുള്ള കാരണങ്ങൾ എന്താണെന്നുള്ളത്. സോ ഫസ്റ്റ് തന്നെ ഫിക്സ്ഡ് കോസ്റ്റ് വേരിയൻസ്. ഓക്കെ, സോ ഫിക്സ്ഡ് കോസ്റ്റ് വേരിയൻസ് വരാനുള്ള കാരണം എന്തൊക്കെയാണ്? രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് വോളിയം, ഫിക്സ്ഡ് വോളിയം വേരിയൻസും അതുപോലെ തന്നെ ഫിക്സ്ഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസും. ഓക്കെ, സോ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഞാനൊരു കോസ്റ്റ് കാർഡ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ സ്റ്റാൻഡേർഡ് ഹവർ. ഓക്കെ, ഇനി മെറ്റീരിയലിൻ്റെ കേസ് വരുമ്പോൾ മാത്രമാണ് എന്ത് ക്വാണ്ടിറ്റി വരുന്നുള്ളൂ. ബാക്കി വരുന്ന ലേബറും ഫിക്സ്ഡ് ഓവർ ഹെഡും വേരിയബിൾ ഓവർ ഹെഡൊക്കെ വരുമ്പോൾ എന്താണ് ഹവറിൻ്റെ ബേസിസിലും പ്രൈസ് റേറ്റിൻ്റെ ബേസിസിലും. ഓക്കെ, സോ സ്റ്റാൻഡേർഡ് ഹവർ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്, ദെൻ സ്റ്റാൻഡേർഡ് റേറ്റ്, സ്റ്റാൻഡേർഡ് കോസ്റ്റ്, ആക്ച്വൽ ഹവർ, ആക്ച്വൽ റേറ്റ്, ദെൻ ആക്ച്വൽ കോസ്റ്റ്. സോ ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഹവർ ഞാനൊരു 2000 വർക്ക് ചെയ്തു. 2000 ഞാൻ സ്റ്റാൻഡേർഡ് ഹവർ പറയണം ഫോർ പെർ ഹവറിന്. അതുപോലെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഇപ്പോൾ 2000 × 4 8000. ഇനി ആക്ച്വൽ ഹവർ ഞാൻ വർക്ക് ചെയ്തത് 3000, 5 per kg, 5 per hour. ഓക്കെ, ഇനി ആക്ച്വൽ കോസ്റ്റ് 15,000. ഓക്കെ, സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റാൻഡേർഡ് ഹവർ പറഞ്ഞത് എത്രയാണ് 2000-നും വർക്ക് ചെയ്തത് എത്രയാണ് 3000-നും. ഓക്കെ, അപ്പോൾ ഇവിടെ കോസ്റ്റിൻ്റെ വേരിയൻസസ് വന്നിട്ടുണ്ട്, ഹവറിൻ്റെ വേരിയൻസസ് വന്നിട്ടുണ്ട്, റേറ്റിൻ്റെ വേരിയൻസസ് വന്നിട്ടുണ്ട്. ഇനി ഇൻ കേസ് ഒരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ബഡ്ജറ്റഡ് ആക്ച്വൽ. ഓക്കെ, ഞാൻ ഫിക്സ്ഡ് ഓവർ ഹെഡ് എനിക്ക് വന്നത് ഇപ്പോൾ ഒരു 80,000 ഞാൻ ബഡ്ജറ്റ് ചെയ്തു. പക്ഷെ എനിക്ക് ആക്ച്വലി വന്നത് 90,000 ആണെന്ന് വിചാരിക്കുക. ഇനി അതുപോലെ തന്നെ ഔട്ട്പുട്ട് യൂണിറ്റ്സ് എത്ര പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതിൽ 4000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ 3800 യൂണിറ്റ്സ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തുള്ളൂ. സോ ഇവിടെ നോക്കുമ്പോൾ ഞാൻ എത്രയായിരുന്നു വോളിയം പറഞ്ഞിരുന്നത്? 4000 ആയിരുന്നു ഞാൻ പറഞ്ഞിരുന്ന വോളിയം. സോ 4000-ൽ ഞാൻ എത്രയാണ് ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്തുള്ളൂ? 3800. അതായത് ഒരു വോളിയം 200 യൂണിറ്റ്സിൻ്റെ കുറവ് അവിടെ വന്നു. ഓക്കെ, അപ്പം വോളിയത്തിൻ്റെ വേരിയൻസ് ഒന്നാമത്തെ കാര്യം. സോ അതാണ് എൻ്റെ ഫസ്റ്റ് റീസൺസ് ഫോർ ഫിക്സ്ഡ് കോസ്റ്റ് വേരിയൻസിന്, വോളിയം വേരിയൻസ്. ഇനി എക്സ്പെൻഡിച്ചർ വേരിയൻസ്. ഇവിടെ നോക്കുകയാണെങ്കിൽ എക്സ്പെൻഡിച്ചർ എനിക്ക് 80,000 ആയിരുന്നു ഞാൻ ബഡ്ജറ്റ് ചെയ്തത്. പക്ഷേ 90,000 എനിക്ക് ആക്ച്വലി വന്നു. അവിടെ ഒരു 10,000-ൻ്റെ വേരിയൻസ് അവിടെ വന്നു. സോ അതെന്തിൻ്റെ ബേസാണ്? എക്സ്പെൻഡിച്ചർ വേരിയൻസ് ആണ്. ഓക്കെ, ഇനി ഈ വോളിയം വേരിയൻസ് വരാനുള്ള കാരണം എങ്ങനെയാണെന്നുള്ളത്, അതും 3 കാരണങ്ങളുണ്ട്. സോ ഫസ്റ്റ് തന്നെ എഫിഷ്യൻസി വേരിയൻസ്. ഓക്കെ, എഫിഷ്യൻസി വേരിയൻസ്, ദെൻ കപ്പാസിറ്റി വേരിയൻസ്, കലണ്ടർ വേരിയൻസ്. ഓക്കെ, ഓക്കെ, ഇനി കലണ്ടർ വേരിയൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ പറയുകയാണ് എനിക്ക് 4000 യൂണിറ്റ്സ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാനിരുന്നത് എത്രയാണ് 24 ഡേയ്സിനാണ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാനിരുന്നത്. അല്ല 25 എടുക്കാം. ഓക്കെ, 25 ഡേയ്സിന് ഞാൻ 4000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനിരുന്നത്. പക്ഷെ അത് 24 ഡേയ്സിനുള്ളിൽ കഴിഞ്ഞു. പക്ഷെ 24 ഡേയ്സിനുള്ളിൽ കഴിഞ്ഞപ്പോൾ എത്ര എനിക്ക് യൂണിറ്റ്സ് കിട്ടിയത്? 3800. അപ്പോൾ യൂണിറ്റ്സ് അവിടെ കുറയുകയും ചെയ്തു. എൻ്റെ ഡേയ്സ് കുറഞ്ഞതിന് പകരം എനിക്കവിടെ യൂണിറ്റ്സ് കുറയുകയും ചെയ്തു. അപ്പോൾ അവിടെ ഡേയ്സ് തമ്മിലുള്ള വേരിയേഷൻ വന്നു. അപ്പോൾ അവിടെ എന്താണ്? അതാണ് കലണ്ടർ വേരിയൻസ്. ഇനിയിപ്പോൾ 4000 / 25 × 24 ചെയ്യുമ്പോൾ എനിക്ക് 3000. ഇതൊരു എക്സാമ്പിളാണ്, ഇതൊരു ചെയ്യുമ്പോൾ ഇത് കിട്ടുന്നൊന്നുമില്ല. ഇനി ഞാൻ പറയുകയാണ് കപ്പാസിറ്റി വേരിയൻസ് വന്നതിൻ്റെ കാരണം എന്താണ്? ശരിക്കും എനിക്ക് ആക്ച്വലി 4000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യായിരുന്നു. പക്ഷേ മാനേജ്മെൻറ്റ് പറയുകയാണ് 3000 അതിൽ കുറച്ച് മതി, പ്രൊഡ്യൂസ് ചെയ്താൽ മതി, ഈ ഡേയ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് കംപ്ലീറ്റ് ചെയ്താൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ എന്താണ്? കപ്പാസിറ്റിക്ക് കുറവ് വന്നു. ഓക്കെ, സോ അത് കപ്പാസിറ്റി.
ദെൻ അവിടെ എഫിഷ്യൻസി വേരിയൻസ് വന്നു. ഓക്കെ, സോ ഇത്രയും വേരിയൻസ് ആണ് ഫിക്സ്ഡിനുള്ളത്. മെറ്റീരിയൽ പോലെ തന്നെ സിമ്പിളാണ്, പക്ഷെ കുറച്ച് ഒന്ന് എന്താ പറയുക ഡിഫറെൻ്റ് ആണ് മെറ്റീരിയലിനേക്കാളും. ഇനി ഫിക്സ്ഡ് ഇതിൻ്റെ ഓരോ എന്താണ് ഇക്വേഷൻസ് നമുക്ക് നോക്കാം. സോ ഫിക്സ്ഡ് കോസ്റ്റ് വേരിയൻസ് എപ്പോഴും സെയിം ആയിരിക്കും, സ്റ്റാൻഡേർഡ് കോസ്റ്റ് മൈനസ് ആക്ച്വൽ കോസ്റ്റ്. ഇനി ഫിക്സ്ഡ് വോളിയം വേരിയൻസ്, വോളിയം എന്തിൻ്റെ ബേസിസിലാണ് വരുന്നത്? വോളിയം യൂണിറ്റ്സിൻ്റെ ബേസിസിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ കോസ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ടിനായിരിക്കണം. ഓക്കെ, ഇനി വോളിയം വേരിയൻസോ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് മൈനസ് സ്റ്റാൻഡേർഡ് കോസ്റ്റിന്. ഫിക്സ്ഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ് വരുമ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് മൈനസ് ആക്ച്വൽ കോസ്റ്റ്. ഓക്കെ, ഈ കോസ്റ്റ് ആക്ച്വൽ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടായിരിക്കില്ല, സാധാ കോസ്റ്റ്. ഓക്കെ, ഇനി എഫിഷ്യൻസി വേരിയൻസ് എന്താണെന്നുള്ളത്. എഫിഷ്യൻസി വേരിയൻസ് വരുമ്പോൾ ഫസ്റ്റ് തന്നെ സ്റ്റാൻഡേർഡ് ഹവർ മൈനസ് ആക്ച്വൽ ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ഇനി ഇതിലും എന്ത് തന്നെയുണ്ട്? റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ഹവർ ഉണ്ട്. സോ സ്റ്റാൻഡേർഡ് ഹവർ മൈനസ് ആക്ച്വൽ ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. നെക്സ്റ്റ് കേസിൽ വരുമ്പോൾ ആക്ച്വൽ ഹവർ മൈനസ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്, ദെൻ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ഹവർ മൈനസ് സ്റ്റാൻഡേർഡ് ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. സോ ഇത് ടോട്ടലി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? വോളിയം വേരിയൻസ് കിട്ടണം. ഓക്കെ, ഇനി അടുത്തത്. സോ നമ്മൾ ഇക്വേഷൻസ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യുന്നതെന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, 2015 ഡിസംബറിൽ ക്വസ്റ്റ്യൻ ആണ്. A manufacturing company operates a costing system and showed the following data in respect for the month of November 2015. So budgeted വന്നിട്ടുണ്ട്, ആക്ച്വൽ വന്നിട്ടുണ്ട്. ഇതിൽ വർക്കിംഗ് ഡേയ്സ് 2022, മാൻ ഹവേഴ്സ് 4000, മാൻ ഹവേഴ്സ് 4200, ഇതിൻ്റെ ആക്ച്വലിൻ്റെ ഫിക്സ്ഡ് ഓവർ ഹെഡ് കോസ്റ്റ് രണ്ടിൻ്റെ തന്നിട്ടുണ്ട്, ഔട്ട്പുട്ട് യൂണിറ്റ്സും തന്നിട്ടുണ്ട്. റിക്വയർഡ് ടു കാൽക്കുലേറ്റ് ദ ഫിക്സ്ഡ് ഓവർ ഹെഡ് വേരിയൻസസ് ഫ്രം ദി എബോവ് ഡാറ്റ. സോ നമുക്ക് ടോട്ടൽ ഫിക്സ്ഡ് ഓവർ ഹെഡ് വേരിയൻസ് കണ്ടുപിടിക്കണം. സോ അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡേറ്റാസ് ഒന്ന് നമുക്ക് നോട്ടിൽ എഴുതാം. സോ ബഡ്ജറ്റ് ഉണ്ട്, ദെൻ ആക്ച്വൽ ഉണ്ട്, വർക്കിംഗ് ഡേയ്സ് 2022, ദെൻ മാൻ ഹവേഴ്സ് 4000, 4200. ഇനി ഫിക്സ്ഡ് ഓവർ ഹെഡ് കോസ്റ്റ് 2400, 2500, ഔട്ട്പുട്ട് യൂണിറ്റ്സ് 800, 900. സോ ഫസ്റ്റ് തന്നെ നമുക്ക് തന്നിരിക്കുന്നതൊക്കെ എഴുതി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ് തന്നെ കോസ്റ്റ് കാർഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. സോ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ട സാധനമാണ് കോസ്റ്റ് കാർഡ്. സ്റ്റാൻഡേർഡ് ഹവർ for actual output, standard rate, standard cost, then actual hour, actual rate, actual cost, then revised standard hour. Okay, so first in a standard hour for actual output. Actual output nu vendittu namma etra standard hour actual output nu vendittulla standard hour etrayanullathu. So ivide nokkaanengil 4000 endinu vendittullada മാൻ ഹവേഴ്സ്, അതായത് സ്റ്റാൻഡേർഡിൻ്റെ ഹവേഴ്സാണ്. സോ നമുക്ക് ആക്ച്വലി എത്ര വർക്ക് ചെയ്തു എന്നുള്ളത് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കുന്നതിന് മുൻപ് നമുക്ക് ആദ്യം തന്നെ ഓവർ ഹെഡ് റിക്കവറി റേറ്റ് കണ്ടുപിടിക്കാം. അതായത് ഓവർ ഹെഡ് റിക്കവറി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ 800 യൂണിറ്റ്സിന് 2400 ആയിരുന്നു എൻ്റെ എന്ത് ബഡ്ജറ്റഡ് ഫിക്സ്ഡ് ഓവർ ഹെഡ്. ബഡ്ജറ്റഡ് ഫിക്സ്ഡ് ഓവർ ഹെഡ് 2400 എത്ര യൂണിറ്റ്സിന് വേണ്ടിയിട്ടായിരുന്നു? അതായത് 800 യൂണിറ്റ്സിന് വേണ്ടിയിട്ട് 2400 ആയിരുന്നു. പക്ഷേ എനിക്ക് ആക്ച്വൽ ഔട്ട്പുട്ട് കണ്ടുപിടിക്കണ്ടേ. സോ ആക്ച്വൽ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് എത്രയായിരിക്കും എന്ന്. സോ 2400 800 യൂണിറ്റ്സിന് വേണ്ടിയിട്ടാണെങ്കിൽ 900ന് എത്രയായിരിക്കും എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അതായിരിക്കും എന്ത്? എൻ്റെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ അത് കണ്ടുപിടിക്കാനായിട്ട് ഓവർ ഹെഡ് റിക്കവറി
ഓവർഹെഡ് റിക്കവറി റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഫിക്സ്ഡ് ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ബഡ്ജറ്റഡ് ഫിക്സ്ഡ് ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ബഡ്ജറ്റഡ് യൂണിറ്റ്സ്. സോ ബഡ്ജറ്റഡ് ഫിക്സ്ഡ് ഓവർഹെഡ് എത്രയാണ് തന്നേക്കുന്നത്? ഫിക്സ്ഡ് ഓവർഹെഡ് 2400 തന്നിട്ടുണ്ട്. എത്ര യൂണിറ്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ്? 800 യൂണിറ്റ്സിന് വേണ്ടിയിട്ട്. സോ 2400 ഡിവൈഡഡ് ബൈ 800 നോക്കുമ്പോൾ 3 per യൂണിറ്റ്. അതായത് എനിക്ക് ഓവർഹെഡ് വന്നത് 3 per യൂണിറ്റിന് വെച്ചിട്ട് 800 യൂണിറ്റ്സിന് എനിക്ക് 2400 വന്നു. ഇനി ഞാൻ എത്ര റിക്കവർ ചെയ്തെന്ന് നോക്കാം. സോ റിക്കവറി 3 per യൂണിറ്റ് വെച്ചിട്ട് എനിക്ക് എത്ര യൂണിറ്റ്സ് ഉണ്ടാക്കണമായിരുന്നു? 900 യൂണിറ്റ്സ് ഉണ്ടാക്കണമായിരുന്നു. സോ 900 × 3 വെച്ചിട്ട് 2700 എനിക്ക് ഓവർഹെഡ് വന്നു. പക്ഷെ അതിൽ 2700 ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിൽ എനിക്ക് എത്രയേ വന്നുള്ളൂ? 2500 വന്നുള്ളൂ. ഓക്കെ, സോ എനിക്ക് എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഫിക്സ്ഡ് ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ്. സോ ഫിക്സ്ഡ് ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് മൈനസ് ആക്ച്വൽ കോസ്റ്റ്. ഓക്കെ, സോ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് കോസ്റ്റ് വേണ്ടി വന്നത് ആക്ച്വൽ ഔട്ട്പുട്ടിന് വേണ്ടി എനിക്ക് എത്ര കോസ്റ്റ് വേണ്ടി വന്നു? അതായത് എത്ര ശരിക്കും വേണ്ടി വന്നത്? 2700 മൈനസ് ആക്ച്വൽ കോസ്റ്റ് 2500. ആക്ച്വലി വന്ന കോസ്റ്റ് 2500. ദാറ്റ് മീൻസ് 200 ഫേവറബിൾ. ഓക്കെ, അപ്പോൾ 200 ഫേവറബിൾ ആയിട്ട്. അപ്പോൾ ഇതെങ്ങനെ വന്നതെന്നൊന്നും കൂടെ ഞാൻ പറയാം. അതായത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫിക്സ്ഡ് ഓവർഹെഡ് കാൽക്കുലേറ്റ് ചെയ്തത് വെച്ചത് എത്രയായിരുന്നു? 2400 മതി എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ഓവർഹെഡ് സെറ്റ് ചെയ്ത് വെച്ചത്. അതായത് എനിക്ക് പെർ യൂണിറ്റിന് വെച്ചിട്ട് എത്ര വരും നോക്കാനായിട്ട് 2400 ഡിവൈഡഡ് ബൈ 800. സോ 3 per യൂണിറ്റ് വെച്ചിട്ട് ആയിരുന്നു ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. ശരിക്കും 900 യൂണിറ്റ്സ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു. 900 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത സമയത്ത് എനിക്ക് 2700 ശരിക്കും ഓവർഹെഡ് റേറ്റ് 2700 വരണമായിരുന്നു. പക്ഷെ എനിക്ക് എത്രയേ വന്നുള്ളൂ? 2500 വന്നുള്ളൂ. സോ അതായത് ഈ ഇക്വേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഞാൻ എത്ര റിക്കവർ ചെയ്തു? 2700 റിക്കവർ ചെയ്തു. 2500 എനിക്ക് വന്നുള്ളൂ. അതായത് ഞാൻ ബഡ്ജറ്റ് ചെയ്തതിനും കുറവാണ് എനിക്ക് വന്നത്. അപ്പോൾ അവിടെ എന്താണ്? ഒരു 200 ഫേവറബിൾ ആയിട്ട് വന്നു. ഇനി അടുത്തത് ഫിക്സ്ഡ് ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ് കണ്ടുപിടിച്ചു. ഇനി അടുത്തത് ഫിക്സ്ഡ് ഓവർഹെഡ് വോളിയം വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇക്വേഷൻ ബേസിലല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വോളിയം ഞാൻ എത്രയായിരുന്നു ഇവിടെ യൂസ് ചെയ്തിരുന്നത്? വോളിയം മീൻസ് ഔട്ട്പുട്ട് 800 ആയിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഇത്രയാണ് 900 യൂണിറ്റ്സ് എന്ത് ചെയ്തു? ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്തു. സോ അവിടെ എത്ര വേരിയൻസ് വന്നു? 100 വേരിയൻസ് വന്നു. സോ 100 ഇൻറ്റു എത്ര? പെർ യൂണിറ്റിന് 3 വെച്ചിട്ട് പെർ യൂണിറ്റിന് ദാറ്റ് മീൻസ് 300. ഇനി ഞാൻ എത്രയാണ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തത്? നമുക്ക് എപ്പോഴും ഇപ്പോൾ ഞാൻ 800 ബഡ്ജറ്റ് ചെയ്തിട്ട് ഞാനൊരു 700 പ്രൊഡ്യൂസ് ചെയ്തുള്ളെങ്കിൽ കുറവാണ് എനിക്ക് വന്നത്. സോ ആക്ച്വലി യൂണിറ്റ്സ് കൂടുതൽ വന്നെന്ന് പറഞ്ഞാൽ നമുക്കതൊരു പ്രോഫിറ്റാണ്. സോ അത് കൂടുതൽ വന്നെന്ന് പറയുമ്പോൾ അതെന്താണ്? ഫേവറബിൾ ആണ്. ഇനി നമുക്കിത് ഇക്വേഷൻ ബേസിൽ നോക്കുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് മൈനസ് എന്തായിരുന്നു? സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് എത്രയാണ് കണ്ടുപിടിച്ചേക്കുന്നത്? 2700. ഇനി സ്റ്റാൻഡേർഡ് കോസ്റ്റ് എത്രയാണ്? 2400. സോ 300 ഫേവറബിൾ. ഓക്കെ, സോ അങ്ങനെയും കണ്ടുപിടിക്കാം നമുക്ക്. ഇനി അടുത്തത് ഫിക്സ്ഡ് ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ്. എക്സ്പെൻഡിച്ചർ വേരിയൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഞാൻ എത്ര അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? സ്റ്റാൻഡേർഡ് കോസ്റ്റ് മൈനസ് ആക്ച്വൽ കോസ്റ്റ്. അതായത് ഞാൻ എത്രയായിരുന്നു ഫിക്സ്ഡ് ഓവർഹെഡ് പറഞ്ഞിരുന്നത്? 2400 ആയിരുന്നു. പക്ഷേ എനിക്ക് എത്ര ആക്ച്വലി വന്നു? 2500. അതായത് കൂടുതൽ വന്നത് അല്ലേ? അതായത് റേറ്റ് ഉദ്ദേശിച്ചതിലും കൂടുതൽ വന്നത് എത്ര? 100. അതായത് 2400 മൈനസ് 2500 എത്ര കിട്ടി എനിക്ക്? 100 അഡ്വേഴ്സ് കിട്ടി. അതേസമയം ഞാൻ നോക്കുകയാണ്, ഈ സെയിം തന്നെയാണ് എന്ത് വരുന്നത്? എക്സ്പെൻഡിച്ചർ വേരിയൻസ് 2000
ഇക്വേഷനിലിടുമ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എത്ര വരുന്നു? 2400, ആക്ച്വൽ കോസ്റ്റ് 2500 വന്നു. ഇനി ഞാൻ അല്ലാത്ത കേസിൽ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ പറയും? എനിക്ക് ശരിക്കും എക്സ്പെൻഡിച്ചർ 2400 പ്ലാൻ ചെയ്തതിൽ 2500 വന്നു. അപ്പോൾ എത്ര വന്നു? 100 വേരിയൻസ് വന്നു, അഡ്വേഴ്സ് ആയിട്ട് വന്നു. ഓക്കെ, സോ ഇനി 3 ഇക്വേഷൻസ് ഞാൻ കണ്ടുപിടിച്ചു. ഇനി എനിക്കിത് ശരിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കോസ്റ്റ് വേരിയൻസ് എന്തിൻ്റെയൊക്കെ തമ്മിലുള്ളതാണ് ഡിഫറൻസ്? വോളിയം വേരിയൻസും എക്സ്പെൻഡിച്ചർ വേരിയൻസും തമ്മിലുള്ളതാണ്. സോ വോളിയം വേരിയൻസ് എക്സ്പെൻഡിച്ചർ വേരിയൻസ് ആഡ് ചെയ്യുമ്പോൾ 300 ഫേവറബിൾ മൈനസ് 100 ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 200 ഫേവറബിൾ. ദാറ്റ് മീൻസ് ഇതെന്താണ്? ആൻസർ കറക്റ്റ് ആണ്. ഇനി എനിക്ക് എന്തൊക്കെ കൂടെ കണ്ടുപിടിക്കണം? ഫിക്സ്ഡ് ഓവർ ഹെഡ്, ഫസ്റ്റ് തന്നെ എഫിഷ്യൻസി വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ എഫിഷ്യൻസി വേരിയൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡേർഡ് ഹവർ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് മൈനസ് ആക്ച്വൽ ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ഹവർ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ടിനുള്ളത് കണ്ടുപിടിക്കണം, ആക്ച്വൽ ഹവർ കണ്ടുപിടിക്കണം, അങ്ങനെ സ്റ്റാൻഡേർഡ് റേറ്റ് ഒക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ്? നമുക്ക് കോസ്റ്റ് കാർഡ് പ്രിപ്പയർ ചെയ്യണം. സോ ഈ 3 വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് കോസ്റ്റ് കാർഡ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം ഡയറക്റ്റായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസിൽ നിന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്ത് എഴുതാവുന്നതാണ്. പക്ഷേ അതേസമയം എഫിഷ്യൻസി, കപ്പാസിറ്റി, അതുപോലെ തന്നെ കലണ്ടർ വരുമ്പോൾ നമുക്ക് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ഹവർ കൂടെ കണ്ടുപിടിക്കേണ്ടി വരും. സോ ഫസ്റ്റ് തന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് ഹവർ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ടിനുള്ളത് കണ്ടുപിടിക്കണം. സോ അതെങ്ങനെ കണ്ടുപിടിക്കാം? അതായത് സ്റ്റാൻഡേർഡ് ഹവർ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ഹവർ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോൾ ഞാൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് കണ്ടുപിടിച്ച സമയത്ത് ഞാൻ എന്താ ചെയ്തത്? എനിക്ക് ഫിക്സ്ഡ് അവർ ഹെഡ് കോസ്റ്റാണ്. അപ്പോൾ കോസ്റ്റ് എനിക്ക് ടോട്ടൽ 2400 ആയി. അത് എത്ര യൂണിറ്റ്സിനാണ്? 800 യൂണിറ്റ്സിന്. ആക്ച്വൽ ഔട്ട്പുട്ടിന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇൻറ്റു 900 ചെയ്തു. അതേ സെയിം മെത്തേഡ് തന്നെയാണ് ഞാൻ സ്റ്റാൻഡേർഡ് ഹവർ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ടിനെ ചെയ്യുന്നത്. അതായത് 4000 ഹവേഴ്സാണ് എനിക്ക് സ്റ്റാൻഡേർഡ് ഹവർ വന്നത്. ഈ 4000 ഹവേഴ്സ് എനിക്ക് എത്ര യൂണിറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു? 800 യൂണിറ്റ്സ് പ്രിപ്പയർ ചെയ്യാനാണ്. പക്ഷേ എനിക്ക് എത്ര യൂണിറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ പ്രിപ്പയർ ചെയ്യണം വേണം? ആക്ച്വൽ ഔട്ട്പുട്ട് 900 യൂണിറ്റ്സിൻ്റെ. സോ 4000 ഡിവൈഡഡ് ബൈ 800 ഇൻറ്റു 900. സോ 4500. ഇനി സ്റ്റാൻഡേർഡ് റേറ്റ്. സോ സ്റ്റാൻഡേർഡ് റേറ്റ് എത്രയാണ്? ഓക്കെ, സ്റ്റാൻഡേർഡ് ഹവർ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ടിനായിട്ട് ഇനി സ്റ്റാൻഡേർഡ് റേറ്റ് പെർ ഹവറിന് കണ്ടുപിടിക്കണം. മറ്റേ മെറ്റീരിയലിൻ്റെ കേസ് വന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്തത്? സ്റ്റാൻഡേർഡ് പ്രൈസ് പെർ എന്തിനു വേണ്ടിയിട്ടായിരുന്നു കണ്ടുപിടിച്ചത്? പെർ യൂണിറ്റിൻ്റെ. ഇവിടെ സ്റ്റാൻഡേർഡ് റേറ്റ് പെർ ഹവറിന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് വന്നിരിക്കുന്ന ഓവർ ഹെഡ് എത്രയായിരുന്നു? 2400. പെർ ഹവറിന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എത്രയും വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം? 4000 ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? അതിനുള്ള ഹവേഴ്സ് കിട്ടും. സോ 2400 ഡിവൈഡ് ബൈ 4000. സോ പെർ ഹവറിന് എനിക്ക് എത്ര കിട്ടും? 2400 ഡിവൈഡ് ബൈ 4000 0.6 പെർ ഹവർ കിട്ടും. സ്റ്റാൻഡേർഡ് കോസ്റ്റ് 4500 ഇൻറ്റു 0.6, ദാറ്റ് മീൻസ് 2700. ഇനി ആക്ച്വൽ ഹവർ എനിക്ക് എത്ര കിട്ടിയിരിക്കുന്നത്? 4200. സോ 4200. ദെൻ ആക്ച്വൽ റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് 2500 ഡിവൈഡഡ് ബൈ ആക്ച്വൽ റേറ്റ് അതുപോലെ തന്നെ 2500 എനിക്ക് ടോട്ടൽ വന്നു. 900 പെർ യൂണിറ്റ്സിന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അല്ല പെർ ഹവറിന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. സോ എന്ത് ചെയ്യണം? റേറ്റ് പെർ ഹവറാണ്, ആക്ച്വൽ റേറ്റ് പെർ ഹവറാണ്. സോ പെർ ഹവർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. ടോട്ടൽ 4200 വന്നു. സോ 2500 ഡിവൈഡ് ബൈ 4200, ദാറ്റ് മീൻസ് 0.59 പെർ ഹവർ. സോ ഇത് ആക്ച്വൽ കോസ്റ്റ് 4200 ഇൻറ്റു 0.59, 2520. സോ ഇനി റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ഹവർ കണ്ടുപിടിക്കണം. സോ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ഹവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്റ്റാൻഡേർഡ് ഹവറിൻ്റെ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് ഹവർ എത്രയാണ്? 4000. റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ഹവർ 4000 ഹവേഴ്സാണ് എനിക്ക് വന്നത്. ഞാൻ എത്ര ഡേയ്സിനുള്ള വർക്ക് ഔട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്? 20 ഡേയ്സിനുള്ള. ശരിക്കും എനിക്ക് എത്ര ഡേയ്സ് ആക്ച്വലി വന്നു? 22 ഡേയ്സ്. 4000 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 22, ദാറ്റ് മീൻസ് 4400 ഹവേഴ്സ്. ഓക്കെ, സോ എനിക്ക് എല്ലാം എന്താണ് കിട്ടി? സ്റ്റാൻഡേർഡ് ഹവർ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് എല്ലാം സ്റ്റാൻഡേർഡ് റേറ്റ്. ഇനി ഫിക്സ്ഡ് ഓവർ ഹെഡ് എഫിഷ്യൻസി വേരിയൻസ് ആദ്യം കണ്ടുപിടിക്കാം. സ്റ്റാൻഡേർഡ് ഹവർ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് എത്ര എനിക്ക് കിട്ടിയത്? 4500
മൈനസ് ആക്ച്വൽ ഹവർ 4200 ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് പെർ ഹവർ 0.6, അതായത് 300 ഇൻറ്റു 0.6 180 ഫേവറബിൾ. ഇനി അടുത്തത് ഫിക്സ്ഡ് ഓവർ ഹെഡ്. എഫിഷ്യൻസി കഴിഞ്ഞാൽ നെക്സ്റ്റ് കപ്പാസിറ്റി വേരിയൻസ്. കപ്പാസിറ്റി വേരിയൻസിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? സ്റ്റാൻഡേർഡ് ഹവർ കഴിഞ്ഞു, ഇനി ആക്ച്വൽ ഹവർ മൈനസ് എന്ത് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. സോ ആക്ച്വൽ ഹവർ എത്രയാണ്? 4200 മൈനസ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് 4400 ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് 0.6. സോ 4200 മൈനസ് 4400 ഇൻറ്റു 0.6 120 അഡ്വേഴ്സ്. ഇനി ഫിക്സ്ഡ് ഓവർ ഹെഡ്. കപ്പാസിറ്റി കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് കലണ്ടർ വേരിയൻസ്. സോ കലണ്ടർ വേരിയൻസ് ഇക്വേഷൻ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ഹവർ മൈനസ് സ്റ്റാൻഡേർഡ് ഹവർ. സോ ഇത് വെറും സ്റ്റാൻഡേർഡ് ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. സ്റ്റാൻഡേർഡ് ഹവർ വെറും സ്റ്റാൻഡേർഡ് ഹവർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അതായത് ഇത് സ്റ്റാൻഡേർഡ് ഹവർ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ടിനുള്ളതാണ്. നമ്മൾ ശരിക്കുള്ള സ്റ്റാൻഡേർഡ് ഹവർ എത്രയായിരുന്നു? 4000. ഓക്കെ, സോ അത് മാറിപ്പോരുത്. റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ഹവർ 4400 മൈനസ് സ്റ്റാൻഡേർഡ് ഹവർ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ടാണ് 4500. സ്റ്റാൻഡേർഡ് ഹവർ വെറും സ്റ്റാൻഡേർഡ് ഹവർ 4000 ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് 0.6. ദാറ്റ് മീൻസ് 400 ഇൻറ്റു 0.6. സോ 240 ഫേവറബിൾ. ഓക്കെ, സോ ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഡീറ്റെയിൽസ് ആദ്യം പ്രിപ്പയർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യത്തെ 3 വേരിയൻസസും ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇതിന് ഈ കോസ്റ്റ് കാർഡിൻ്റെ ആവശ്യമില്ല. ചില ക്വസ്റ്റ്യൻസിൽ ജസ്റ്റ് നമുക്ക് ഫിക്സ്ഡ് ഓവർ ഹെഡ് കോസ്റ്റ് വേരിയൻസും വോളിയം വേരിയൻസും എക്സ്പെൻഡിച്ചർ വേരിയൻസും മാത്രമേ കണ്ടുപിടിക്കാനുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യമേ ഇല്ല. സോ അത് വരച്ച് സമയം കളയേണ്ട ആവശ്യമില്ല. നമ്മുടെ അടുത്ത് എല്ലാ വേരിയൻസസും കണ്ടുപിടിക്കാനായിട്ട് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ മാത്രം നമുക്ക് കോസ്റ്റ് കാർഡിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് വെച്ച് പ്രിപ്പയർ ചെയ്യാം. സോ ഔട്ട്പുട്ട് യൂണിറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക, ഓവർ ഹെഡ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. സോ അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ആദ്യത്തെ 3 വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഇതുപോലെ ചെയ്തിട്ട് നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഹവർ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ടിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഹവർ, നമ്മൾ അത് എത്ര ആ യൂണിറ്റ്സ് ആ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് എത്രയാണോ അത് ഇൻറ്റു നമുക്ക് എത്രയാണോ ആക്ച്വലി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത് അത് ഇൻറ്റു ചെയ്യാം. ഓക്കെ, സോ അത് കഴിഞ്ഞ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. സോ അടുത്ത ക്വസ്റ്റ്യൻ ഡിസംബർ 2018 ക്വസ്റ്റ്യൻ ആണ്. ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഹാസ് ബീൻ ഒബ്റ്റെയിൻഡ് ഫ്രം ദ റെക്കോർഡ്സ് ഓഫ് പുർണോമിന ലിമിറ്റഡ്, എ മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷൻ യൂസിംഗ് ദ the following information has been obtained from the records of Purnamina Limited, a manufacturing organization using the standard costing system for the month ended March 31, 2018. So production units under working days, then fixed overhead. So you are required to calculate the following overhead cost variances. So നമുക്ക് ഫസ്റ്റ് തന്നെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് അത് എഴുതാം. സോ ബഡ്ജറ്റഡ്, then actual. സോ യൂണിറ്റ്സ് ഔട്ട്പുട്ട് എത്ര വന്നു? 4000, then 3800. വർക്കിംഗ് ഡേയ്സ് 20, then 21. ഫിക്സ്ഡ് ഓവർ ഹെഡ് 40,000 39,000. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ നമ്മുടെ അടുത്ത് 5 വേരിയൻസ് കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ എന്ത് കണ്ടുപിടിക്കാം? ഫസ്റ്റ് 3 വേരിയൻസ് കണ്ടുപിടിക്കാം. സോ അതിനാദ്യം തന്നെ എന്താ ചെയ്യേണ്ടത്? ഓവർ ഹെഡ് റിക്കവറി റേറ്റ് കണ്ടുപിടിക്കണം. സോ ഓവർ ഹെഡ് റിക്കവറി റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് ബഡ്ജറ്റഡ് ഫിക്സ്ഡ് ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ബഡ്ജറ്റഡ് യൂണിറ്റ്സ്. സോ 40,000 ഡിവൈഡഡ് ബൈ 4,000 യൂണിറ്റ്സ്, ദാറ്റ് ഈസ് 10 പെർ യൂണിറ്റ്. ഓക്കെ, സോ ഇനി അടുത്തത് നമ്മൾ എത്ര റിക്കവർ ചെയ്തു എന്നുള്ളത്. 10 പെർ യൂണിറ്റ് വെച്ചിട്ട് എനിക്ക് എത്രയായിരുന്നു? 3800 യൂണിറ്റ്സിന് റിക്കവർ ചെയ്താൽ മതിയായിരുന്നു. ഓക്കെ, സോ 3800 ഇൻറ്റു 10 എത്ര? 38,000. ഓക്കെ, പക്ഷെ എനിക്ക് എത്ര വന്നു? 39,000 അവിടെ ഓൾറെഡി വന്നു. അപ്പോൾ എൻ്റെ എന്താണ് ഫിക്സ്ഡ് ഓവർ ഹെഡ് കോസ്റ്റ് വേരിയൻസ്, ഫിക്സ്ഡ് ഓവർ ഹെഡ് കോസ്റ്റ് വേരിയൻസ് ഈക്വൽ ടു, അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് അതാണ് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത് 38,000, ദെൻ മൈനസ് എന്ത്? ആക്ച്വൽ കോസ്റ്റ്.
സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്. ഓക്കെ, ആക്ച്വൽ കോസ്റ്റ് ആയിരുന്നു. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് മൈനസ് ആക്ച്വൽ കോസ്റ്റ്. എനിക്ക് എത്രയാണ് വന്നത്? സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് 38,000 വന്നു. ഇനി ആക്ച്വൽ കോസ്റ്റ് എനിക്ക് എത്രയാണ് വന്നത്? 39,000. അതായത് 10,000ൻ്റെ വേരിയൻസ് വന്നു. അതെന്താണ്? അഡ്വേഴ്സ് ആണ്. ഇനി ഫിക്സ്ഡ് ഓവർ ഹെഡ് കോസ്റ്റ് കഴിഞ്ഞ നെക്സ്റ്റ് വന്നത് വോളിയം വേരിയൻസ്. വോളിയം വേരിയൻസ് നോക്കുകയാണെങ്കിൽ ഞാൻ എത്ര യൂണിറ്റ്സാണ് പറഞ്ഞത്? 4,000 യൂണിറ്റ്സാണ് പറഞ്ഞത്. പക്ഷേ 3,800 യൂണിറ്റ്സാണ് പ്രൊഡ്യൂസ് ചെയ്തുള്ളൂ. സോ ബാക്കിയോടെ എത്ര യൂണിറ്റ്സിൻ്റെ കുറവുണ്ട്? 200 യൂണിറ്റ്സിൻ്റെ ഇൻറ്റു എത്ര? 10 per യൂണിറ്റ്. ദാറ്റ് മീൻസ് 2,000 കുറവ് വരികയാണ്. സോ അഡ്വേഴ്സ്. ഓക്കെ, ഇനി ഇത് ഇക്വേഷൻ ബേസിലിട്ട് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് മൈനസ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് വരും? സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് എത്രയായിരുന്നു? 38,000. സ്റ്റാൻഡേർഡ് കോസ്റ്റ് 40,000. സോ 2,000 അഡ്വേഴ്സ്. ഓക്കെ, രണ്ട് രീതിയിലും ചെയ്താലും ആൻസർ കിട്ടും. സോ മെയിനായിട്ട് ഇത് വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിലാകുമ്പോൾ ഇക്വേഷൻസ് ഉണ്ട്. സോ എവിടെ നിന്ന് കിട്ടിയെന്ന് അവർക്കൊരു കൺഫ്യൂഷൻ വരില്ല എക്സാമിനർക്ക്. ഓക്കെ, ഇനി അടുത്തത് ഫിക്സ്ഡ് ഓവർ ഹെഡ് വോളിയം കഴിഞ്ഞ് എക്സ്പെൻഡിച്ചർ വേരിയൻസ്. എക്സ്പെൻഡിച്ചർ വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? എക്സ്പെൻഡിച്ചർ വേരിയൻസ് അതായത് 40,000 ആയിരുന്നു ബഡ്ജറ്റ് ചെയ്തിരുന്നത്. പക്ഷേ 39,000 വന്നുള്ളൂ. ദാറ്റ് മീൻസ് അവിടെ നമുക്ക് ലാഭമാണ് വന്നത്. 1,000 കുറവ് വന്നു. അപ്പോൾ എന്താണ്? 1,000 ഫേവറബിൾ ആണ്. ഇനി ഇക്വേഷൻ ബേസിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് മൈനസ് ആക്ച്വൽ കോസ്റ്റ് എത്ര തന്നെ? 40,000 മൈനസ് 39,000. അതായത് 1,000 ഫേവറബിൾ. ഓക്കെ, ഇനി നമുക്ക് എന്താണ്? ആദ്യത്തെ 3 വേരിയൻസ് നമ്മൾ കണ്ടുപിടിച്ചു. സോ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അത്. ഓക്കെ, ഇനി നമുക്ക് എന്തും കൂടെ കണ്ടുപിടിക്കാനുണ്ട്. എക്സ്പെൻഡിച്ചർ കണ്ടുപിടിച്ചു, വോളിയം, ദെൻ എഫിഷ്യൻസി, കലണ്ടർ. ഓക്കെ, കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, സോ നമുക്കപ്പോൾ എഫിഷ്യൻസിയും കലണ്ടറും കൂടെ കണ്ടുപിടിക്കാം. സോ അത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യണം? കോസ്റ്റ് കാർഡ് പ്രിപ്പയർ ചെയ്യണം. സോ ഫസ്റ്റ് തന്നെ കോസ്റ്റ് കാർഡ്. അതായത് സ്റ്റാൻഡേർഡ് ഹവർ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്, ദെൻ സ്റ്റാൻഡേർഡ് റേറ്റ് പെർ ഹവർ, സ്റ്റാൻഡേർഡ് കോസ്റ്റ്, ആക്ച്വൽ ഹവർ, ആക്ച്വൽ റേറ്റ് പെർ ഹവർ, ആക്ച്വൽ കോസ്റ്റ്, ദെൻ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ഹവർ. ഓക്കെ, സോ സ്റ്റാൻഡേർഡ് ഹവർ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് എനിക്ക് ശരിക്കും വന്ന ഹവർ എത്രയാണ്? ഹവർ എനിക്ക് തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാനതെങ്ങനെ കണ്ടുപിടിക്കണം? ഇവിടെ ഇവരെന്താണ്? ഹവർ തന്നിട്ടില്ല, പക്ഷെ എനിക്ക് വർക്കിംഗ് ഡേയ്സ് തന്നിട്ടുണ്ട്. അതായത് 4,000 യൂണിറ്റ്സ് ഞാൻ 20 ഡേയ്സിനുള്ള വർക്ക് ചെയ്തു. അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആക്ച്വൽ ഹവേഴ്സ് നമുക്ക് തന്നിട്ടില്ല, ജസ്റ്റ് ഡേയ്സ് മാത്രമേ തന്നിട്ടുള്ളൂ. സോ ഡേയ്സ് വെച്ചിട്ട് നമുക്ക് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഹവർ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് വേണം. ആക്ച്വൽ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് നമുക്ക് യൂണിറ്റ്സ് തന്നിട്ടുണ്ട്, ഹവേഴ്സ് തന്നിട്ടില്ല. സോ 40,000 ഡിവൈഡഡ് ബൈ 20 ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വൽ ഫിക്സ്ഡ് ഓവർ ഹെഡ് എന്ന് പറയുന്നത് എത്രയാണ്? സ്റ്റാൻഡേർഡ് ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് ആണ് നമ്മുടെ 40,000 എന്ന് പറയുന്നത്. ആക്ച്വലിൻ്റെയും ആക്ച്വൽ ഹവർ ഇൻറ്റു ആക്ച്വൽ റേറ്റ്. സോ റേറ്റ് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു? പക്ഷെ നമുക്ക് റിക്കവറി റേറ്റ് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. റിക്കവറി റേറ്റ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? 40,000 ഡിവൈഡഡ് ബൈ 4,000. സോ അത് വെച്ച് ചെയ്യുകയാണെങ്കിൽ 4,000 ഹവേഴ്സ് കിട്ടുമായിരുന്നു. ക്വസ്റ്റ്യൻ്റെ മിസ്റ്റേക്ക് ആണെന്ന് അറിയില്ല. നമുക്ക് ആ ക്വസ്റ്റ്യൻ അവിടെ നിർത്തിയിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2014 ജൂണിലൊരു ക്വസ്റ്റ്യൻ ആണ്.
Akash Limited operates a system of standard costing. The company has normal monthly machine hour capacity of 100 machines working 8 hours per day of 25 working days in the month of April 2014. So machine hour capacity ആണ് 100. Then machine working hours 8 hours per day of 25 working days. Total hours എത്ര വർക്ക് ചെയ്തെന്ന് കണ്ടുപിടിക്കാനായിട്ട് 100 മെഷീൻ ഇൻറ്റു 8 ഹവേഴ്സ് പെർ ഡേക്ക് ഇൻറ്റു 25 ഡേയ്സിൽ ടോട്ടൽ ആ മന്തിലുള്ള ടോട്ടൽ ഹവേഴ്സ് നമുക്ക് കിട്ടും. ഇത് സ്റ്റാൻഡേർഡിൻ്റെ തന്നിരിക്കുന്നത്. ദെൻ സ്റ്റാൻഡേർഡ് ടൈം റിക്വയർഡ് ടു മാനുഫാക്ചർ 1 യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് ഇസ് 4 ഹവേഴ്സ്. സോ സ്റ്റാൻഡേർഡ് ഹവർ തന്നിട്ടുണ്ട് ഫോർ 1 യൂണിറ്റിന്. Then budgeted fixed overhead was 1,50,000. In the month of April 2014, the company actually worked for 24 days for average 750 machine hours per day. And the actual production was 4,500 units and the actual fixed overhead was 1,60,000. So നമുക്ക് എല്ലാ വേരിയൻസും കണ്ടുപിടിക്കണം. സോ എന്താ നമുക്കിത് ചെയ്യാം, സോൾവ് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മൾ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസ്, അതായത് ബഡ്ജറ്റിൻ്റെ ആക്ച്വലിൻ്റെ എഴുതാം. ബഡ്ജറ്റഡ് ദെൻ ആക്ച്വൽ. എന്തൊക്കെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ബഡ്ജറ്റഡിന് ഫിക്സ്ഡ് ഓവർ ഹെഡ് തന്നിട്ടുണ്ട്, അതായത് 1,50,000 ആക്ച്വലിൻ്റെ 1,60,000. ഓക്കെ, ഇനി നമുക്ക് ഹവേഴ്സ് തന്നിട്ടുണ്ട്. സോ ടോട്ടൽ ഹവേഴ്സ് വർക്ക്ഡ് മെഷീൻ ഹവേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഹവേഴ്സിൻ്റെ വന്നപ്പോഴത്തേക്കും 100 മെഷീൻസ് 8 ഹവേഴ്സിൽ 25 വർക്കിംഗ് ഡേയ്സ്. ഓക്കെ, സോ നമുക്ക് ചെയ്യുമ്പോൾ 100 × 8 × 25 20,000 ഹവേഴ്സ് വർക്ക് ചെയ്തു. ഇനി എന്താണ് ആക്ച്വലിൽ നോക്കുമ്പോഴത്തേക്കും 750 മെഷീൻ ഹവേഴ്സ് 750 മെഷീൻ ഹവേഴ്സ് ഇൻറ്റു എത്ര ഡേയ്സ് വർക്ക് ചെയ്തു, 24 ഡേയ്സിൽ. 750 × 24 hours 18,000 ഹവേഴ്സ് വർക്ക് ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്. ഔട്ട്പുട്ട് യൂണിറ്റ്സ് എത്ര പ്രൊഡ്യൂസ് ചെയ്തെന്ന് അവർ തന്നിട്ടില്ല. നമുക്ക് എന്ത് ചെയ്യാം, യൂണിറ്റ്സിന് പകരം അവിടെ എന്ത് തന്നിട്ടുണ്ട്, ഒരു യൂണിറ്റിന് 4 ഹവർ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 1 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 4 ഹവർ. അപ്പോൾ നമുക്ക് 20,000 ഹവേഴ്സ് ടോട്ടൽ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ്സിന് 4 ഹവേഴ്സ് ആണെങ്കിൽ 20,000 യൂണിറ്റ്സിന് എത്ര ഹവേഴ്സ്, 20,000 ഹവേഴ്സിൽ എത്ര യൂണിറ്റ്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തെന്ന് അറിയാം. അതായത് 20,000 ഡിവൈഡ് ബൈ 4 5,000 യൂണിറ്റ്സ്. 5,000 യൂണിറ്റ്സ് എവിടെയാവും, 80,000 ഹവേഴ്സ് ഡിവൈഡ് ബൈ, അതായത് ഒരു യൂണിറ്റ്സിന് 4 ഹവർ മതി. അങ്ങനെയാണെങ്കിൽ 4,500 യൂണിറ്റ്സ് ഇൻറ്റു 4 ഹവർ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഹവേഴ്സ് കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂണിറ്റ്സ് അങ്ങനെ റിവേഴ്സ് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, നമുക്ക് യൂണിറ്റ്സ് വരെ കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഫസ്റ്റ് ഫിക്സ്ഡ് ഓവർ ഹെഡ് കോസ്റ്റ് വേരിയൻസ്. സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓവർ ഹെഡ് റിക്കവറി റേറ്റ്, അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് മൈനസ് ആക്ച്വൽ കോസ്റ്റ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, നമ്മുടെ ഫിക്സ്ഡ് ഓവർ ഹെഡ് 1,50,000 ഡിവൈഡഡ് ബൈ, അത് ബഡ്ജറ്റഡ് യൂണിറ്റ്സ് എത്രയായിരുന്നു, 5,000 യൂണിറ്റ്സിനാണെങ്കിൽ നമ്മുടെ ആക്ച്വൽ യൂണിറ്റ്സിന് എത്രയായിരിക്കും എന്നുള്ളത്. അപ്പോൾ അത് മൈനസ് ആക്ച്വൽ കോസ്റ്റ് 1,60,000. സോ അത് ചെയ്യുമ്പോൾ നമുക്കിനുള്ള ആൻസർ കിട്ടും 1,50,000 ഡിവൈഡ് ബൈ 5,000 ഇൻറ്റു 4,500 മൈനസ് 1,60,000. സോ 1,35,000 minus 1,60,000 equal to 25,000 and 30 adverse. ഇനി ഫിക്സ്ഡ് ഓവർ ഹെഡ് വോളിയം വേരിയൻസ്. വോളിയം വേരിയൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് മൈനസ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. അതായത് വോളിയം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, വോളിയം നമുക്ക് എത്രയാണ് 500 യൂണിറ്റ്സ് കൂടുതൽ കിട്ടി. സോ അതേ ഡിവൈഡഡ് അതേ ഇൻറ്റു എന്ത് ചെയ്താൽ മതി, 1,50,000 ഡിവൈഡ് ബൈ 5,000 പെർ യൂണിറ്റിന് 30 വെച്ചിട്ട്. സോ 500 × 30 50,000. അല്ലെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് എത്രയാണ്, 1,35,000 മൈനസ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് 1,50,000. സോ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് തന്നെ കിട്ടും, 15,000 അഡ്വേഴ്സ്. ഇനി അടുത്തത് ഫിക്സ്ഡ് ഓവർ ഹെഡ്
എന്ത് വേരിയൻസ് ആണ്? എക്സ്പെൻഡിച്ചർ വേരിയൻസ്. എക്സ്പെൻഡിച്ചർ വേരിയൻസിന് സ്റ്റാൻഡേർഡ് കോസ്റ്റ് മൈനസ് ആക്ച്വൽ കോസ്റ്റ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് 1,50,000 1,60,000 ആയി. അതായത് എനിക്കിവിടെ അഡ്വേഴ്സ് വന്നു. എത്ര? 10,000 അഡ്വേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സ്കോർ കാർഡ് കണ്ടുപിടിക്കണം. സോ സ്റ്റാൻഡേർഡ് ഹവർ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്, സ്റ്റാൻഡേർഡ് റേറ്റ്, then standard cost, actual hour, actual rate, actual cost, then revised standard hour. സ്റ്റാൻഡേർഡ് ഹവർ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അതായത് എനിക്ക് 20,000 ഹവേഴ്സാണ് സ്റ്റാൻഡേർഡ് ഹവർ വന്നത്. അത് എത്ര യൂണിറ്റ്സിനായിരുന്നു? 5,000 യൂണിറ്റ്സിന്. എനിക്ക് എത്ര യൂണിറ്റ്സിനാണ് വേണ്ടത്? 4,500 യൂണിറ്റ്സിന്. So 20,000 divided by 5,000 divided by 4,500. 80,000 ഹവേഴ്സ്. ഇനി അടുത്തത്, ഇനി സ്റ്റാൻഡേർഡ് റേറ്റ് പെർ ഹവർ നമുക്ക് എന്താണ്? 1,50,000 ടോട്ടൽ വന്നു. എത്ര ഹവേഴ്സിന്? 20,000 ഹവേഴ്സിന്. നമുക്ക് പെർ ഹവറിന് കണ്ടുപിടിക്കാനായിട്ട് 1,50,000 ഡിവൈഡഡ് ബൈ 20,000 7.5 പെർ ഹവർ. ഓക്കെ, സോ ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റ് കിട്ടും. സോ അത് ഇൻറ്റു 80,000 1,35,000. ഇനി ആക്ച്വൽ ഹവർ. ആക്ച്വൽ ഹവർ എത്രയാണ്? 18,000 ഹവേഴ്സ്. ദെൻ ആക്ച്വൽ റേറ്റ് എന്ത് തന്നെ? പെർ ഹവറിൻ്റെ തന്നെ 1,60,000 ആയിരുന്നു. ഡിവൈഡഡ് ബൈ 18,000 ഹവേഴ്സ്. ഡിവൈഡഡ് 1,60,000 ഡിവൈഡഡ് ബൈ 18,000 8.9 പെർ ഹവറിന്. സോ 8.9 ഇൻറ്റു 18,000. ആക്ച്വൽ കോസ്റ്റ് 1,60,000. സോ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ഹവർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സ്റ്റാൻഡേർഡ് ഹവർ 20,000 ഹവേഴ്സ്. ഞാൻ എത്ര യൂണിറ്റ്സിന് വർക്ക് ചെയ്യാനാണ്? ഡേയ്സ് ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു 25 ഡേയ്സിന്. സോ 24 ഡേയ്സ് ആണ് ആക്ച്വലി വർക്ക് ചെയ്തത്. സോ 20,000 ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു 24 ഇസ് 19,200. ഓക്കെ, സോ നമുക്ക് എന്താണ് എല്ലാ ഹവേഴ്സും കാര്യങ്ങളും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഫിക്സ്ഡ് ഓവർ ഹെഡ്, ഫസ്റ്റ് വൺ എഫിഷ്യൻസി വേരിയൻസ്. എഫിഷ്യൻസി വേരിയൻസിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? സ്റ്റാൻഡേർഡ് ഹവർ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് മൈനസ് ആക്ച്വൽ ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. സ്റ്റാൻഡേർഡ് ഹവർ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് 80,000 മൈനസ് ആക്ച്വൽ ഹവർ 80,000 ഇൻറ്റു സ്റ്റാൻഡേർഡ്. അപ്പോൾ എന്താണ്? സ്റ്റാൻഡേർഡ് റേറ്റ് 7.5. അതായത് നമുക്ക് എന്താണ്? 0 കിട്ടും. 18,000 0 ആയിപ്പോൾ. ഓക്കെ, സോ ഫിക്സ്ഡ് ഓവർ ഹെഡ്, കപ്പാസിറ്റി വേരിയൻസ് എന്തായിരുന്നു? ആക്ച്വൽ ഹവർ മൈനസ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. സോ ആക്ച്വൽ ഹവർ മൈനസ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ഹവർ. ആക്ച്വൽ ഹവർ എത്രയാണ്? 18,000 റിവൈസ്ഡ് 19,200 ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് 7.5. സോ അതെനിക്ക് 9,000 അഡ്വേഴ്സ് കിട്ടും. നെക്സ്റ്റ് വൺ is ഫിക്സ്ഡ് ഓവർ ഹെഡ്, കാലണ്ടർ വേരിയൻസ്. കാലണ്ടർ വേരിയൻസ് കണ്ടുപിടിക്കാനായിട്ട് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ഹവർ മൈനസ് ഏതാണ്? സ്റ്റാൻഡേർഡ് ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. സോ എത്ര വരും? റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ഹവർ 19,200 മൈനസ് 18,000 ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് 7.5. സോ എനിക്ക് എത്ര കിട്ടും? 7.5 6,000 അഡ്വേഴ്സ്. 6,000 അഡ്വേഴ്സ്. ഓക്കെ, സോ ആ ക്വസ്റ്റ്യനിലെല്ലാം വേരിയൻസും കാൽക്കുലേറ്റ് ചെയ്തു. സോ ഇത്രയാണുള്ളൂ ഫിക്സ്ഡ് ഓവർ ഹെഡ് വേരിയൻസ്. അടുത്ത ക്ലാസ്സിൽ വേരിയബിൾ ഓവർ ഹെഡും സെയിൽസ് വേരിയൻസ് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ.